നമസ്കാരം. ശ്രീരാമജയം ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വൈകുണ്ഠ ഏകാദശിയെക്കുറിച്ചാണ് പറയുന്നത്. ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി. 2025 ഡിസംബർ മാസം 30 ചൊവ്വാഴ്ചയാണ് ഏകാദശി വരുന്നത്. എന്നാൽ ഈ വർഷത്തെ ഈ ഏകാദശി അനുഷ്ഠിക്കുന്ന തീയതിയിൽ ഒരുപാട് പേർക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡിസംബർ 30 അഥവാ 31 എന്നാണ് ആ സംശയം. ഈ ഡിസംബർ 30 രാവിലെ 7:50 ഏകാദശി തിഥി ആരംഭിക്കും. എന്നിട്ട് ഡിസംബർ 31 വെളുപ്പിന് 5 മണിയാകുമ്പോൾ ഏകാദശി തിഥി അവസാനിക്കുകയും ചെയ്യും. ഈ ഡിസംബർ 30 സൂര്യോദയ സമയത്ത് ദശമി തിഥിയാണ്. അപ്പോൾ ഈ ദശമി തിഥിയുമായിട്ട് ചേർന്ന് വരുന്ന ഏകാദശിയേക്കാൾ നല്ലത് ദ്വാദശിയുമായിട്ട് ചേർന്ന് വരുന്ന ഏകാദശിയാണ്. അതായത് ഈ ദശമി തിഥിയുമായിട്ട് ബന്ധമുള്ള ഏകാദശി തിഥിക്ക് അസുരഭാവം കൂടുതൽ ആണ് എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ദ്വാദശി തിഥിയുമായിട്ട് ചേർന്ന് വരുന്ന ഏകാദശി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് കൂടുതൽ ഐശ്വര്യപ്രദവും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതുമാണ്. അതുകൊണ്ട് ഡിസംബർ മാസം 31 സ്വർഗവാതിൽ ഏകാദശി ആചരിക്കുന്നു. ഈ ഗുരുവായൂർ ഏകാദശി എന്നത് ഗുരുവായൂരപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏകാദശിയാണ്. അതുപോലെ വൈകുണ്ഠ ഏകാദശി എന്ന് പറയുന്നത് തിരുപ്പതി വെങ്കടേശ്വര ഭഗവാന് പ്രാധാന്യമുള്ള ഏകാദശിയാണ്. അവിടെ വൈകുണ്ഠ ഏകാദശി ആയിട്ട് ആചരിക്കുന്നത് ഡിസംബർ 30 കാര്യം ഇതൊക്കെയാണെങ്കിലും ഇപ്പോൾ ഈ തിരുപ്പതി വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ഡിസംബർ 30 വ്രതം ആചരിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഡിസംബർ 30 ഏകാദശി ആചരിക്കണമെന്നുണ്ടെങ്കിൽ ആചരിക്കാവുന്നതാണ്. അതല്ല ഡിസംബർ 31 നമ്മുടെയൊക്കെ അടുത്ത ക്ഷേത്രങ്ങളിൽ, അതായത് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ആചരണം നടക്കുന്നതെങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടും ആചരിക്കാവുന്നതാണ്. ഈ സ്വർഗവാതിൽ ഏകാദശിയുടെ അന്ന് ഈ വിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറന്നിടും എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ ഏകാദശിക്ക് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി എന്ന് പേര് പോലും ലഭിച്ചത്. ഈ ഏകാദശി ദിവസം നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണെങ്കിൽ മുൻവാതിലിലൂടെ അകത്ത് കയറി ദർശനം നടത്തണം. എന്നിട്ട് വടക്ക് വശത്തെ വാതിലിലൂടെ പുറത്തു വരണം. ഇങ്ങനെ പുറത്തു വരുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്കുള്ള വാതിൽ കടക്കുന്നു എന്നാണ് ഐതിഹ്യം. ഇപ്രകാരം ചെയ്യുമ്പോൾ നമുക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകും എന്നാണ് പുരാതന കാലം മുതൽക്കുള്ള ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും മാഞ്ഞു പോകുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ വൈകുണ്ഠ ഏകാദശി വരുന്നത് ശകവർഷത്തിലെ പൗഷമാസത്തിലാണ്. ഇതിനെ പുത്രത ഏകാദശി എന്നും അറിയപ്പെടുന്നു. മറ്റൊരു പേരും കൂടിയുണ്ട്, അത് മുക്കോടി ഏകാദശി എന്നാണ്. ഈ മുക്കോടി എന്നാൽ 3 കോടി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഐതിഹ്യം എന്തെന്നാൽ ഈ ദിവസം ബ്രഹ്മദേവൻ ദേവന്മാരോടൊപ്പം, അതായത് 3 കോടി ദേവന്മാരോടൊപ്പം അരുണോദയ കാലത്ത് വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ മഹാവിഷ്ണുവിനെ ദർശിക്കും എന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ മുക്കോടി ഏകാദശി എന്ന് പറയുന്നത്. ഈ ഏകാദശി പുത്രത ഏകാദശി ആയതുകൊണ്ട് സന്താന ഭാഗ്യത്തിനും സന്താനങ്ങളുടെ ഐശ്വര്യത്തിനും ശ്രേയസ്സിനുമൊക്കെ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. കേരളത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും വളരെയധികം വിശേഷപ്രദമായ ഒന്നാണിത്. അതുപോലെ തന്നെ തിരുപ്പതി വെങ്കടേശ്വര സ്വാമിക്കും ശ്രീരംഗത്തുള്ള ശ്രീ രംഗനാഥസ്വാമിക്കുമൊക്കെ ഈ ഏകാദശി ദിവസം വളരെ വിശിഷ്ടമാണ്. അതുപോലെ കേരളത്തിലെ എല്ലാ മഹാവിഷ്ണുവിൻ്റെ അമ്പലങ്ങളിലും ഈ ദിവസം വ്രതാചരണം നടക്കുന്നുണ്ട്. ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി ഭഗവാന്റെ അനുഗ്രഹവും അതോടൊപ്പം തന്നെ നമ്മളുടെ ആയുരാരോഗ്യ സൗഖ്യവും സിദ്ധിക്കുന്നതാണ്. ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഐതിഹ്യമുണ്ട്. ഏകാദശി ദിവസം നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങളിൽ പാപമനുഷ്യൻ വസിക്കുന്നു എന്നുള്ളതാണ് അത്.
ഒരിക്കൽ ബ്രഹ്മദേവൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി വിയർപ്പ് വീണു എന്നും അത് പാപമനുഷ്യനായി മാറി എന്നും ഒരു ഐതിഹ്യമുണ്ട്. അപ്പോൾ ഈ പാപമനുഷ്യൻ താൻ എവിടെ നിൽക്കും എന്ന് പറഞ്ഞ് ബ്രഹ്മദേവനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, ഏകാദശി ദിവസം ഈ ധാന്യങ്ങളിൽ വസിച്ചു കൊള്ളാൻ. അങ്ങനെ ആ പാപത്വം ധാന്യങ്ങളിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് ഏകാദശി ദിവസം ധാന്യവർഗത്തിൽപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കരുതെന്ന് പറയുന്നത്. ഇതുകൂടാതെ തന്നെ ഈ പാപമനുഷ്യൻ അന്നത്തിൽ വസിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യ കഥകളുണ്ട്. അതെന്തൊക്കെയാണെങ്കിലും ശരി, ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ അത് വളരെ ഉത്തമമാകുന്ന ഒന്നാണ്. ഇനി നമുക്ക് ഈ ഏകാദശി ദിവസം എന്തൊക്കെയാണ് ചെയ്യാൻ പാടുള്ളത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നോക്കാം. ഈ ഏകാദശി വ്രതം എടുക്കുന്നത് ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിനങ്ങളിലായിട്ടാണ്. ഇത് നമുക്ക് ഹരിത്രയം എന്ന് വിളിക്കാം. ഏകാദശിയെ ഹരിവാരം എന്നും പറയും. ദശമി ദിവസം ഒരിക്കലായിട്ടാണ് ആചരിക്കേണ്ടത്. അതായത് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരി ഭക്ഷണം കഴിക്കണം. രാവിലെ ഗോതമ്പിൻ്റെ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഈ ദശമി ദിവസം സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ആഹാരം പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ അത് പറ്റാത്തവർക്ക് പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാവുന്നതാണ്. ഏകാദശി ദിവസം ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഉണരണം. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളൊക്കെ കൊണ്ട് ഒരുപക്ഷെ അതിന് സാധിക്കാത്തവർ സൂര്യോദയത്തിന് മുമ്പെങ്കിലും ഉണർന്ന് കുളിച്ച് ശുദ്ധിയായിട്ട് നമ്മുടെ ഒരു പൂജാമുറിയിൽ ഒരു വിളക്ക് തെളിച്ച് പ്രാർത്ഥനകൾ ചെയ്യണം. എന്നിട്ടാണ് വ്രതാരംഭം നടത്തേണ്ടത്. ആ പ്രാർത്ഥന ഇതാണ്: ഏകാദശ്യാം നിരാഹാരോ ഭൂത്വാഹം അപരേഹനി ഭോക്ഷാമി പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത. ഇതിൽ നിരാഹാര വ്രതമാണെങ്കിൽ നിരാഹാരോ എന്നും, അതല്ല പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചുകൊണ്ടുള്ള വ്രതം ആണെങ്കിൽ ഫലാഹാരോ എന്നും, ലഘുഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടുള്ള വ്രതാനുഷ്ഠാനമാണെങ്കിൽ നക്താഹാരോ എന്നുമാണ് ചൊല്ലേണ്ടത്. ഇങ്ങനെ പ്രാർത്ഥിച്ചു വേണം വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങേണ്ടത്. ഏകാദശി വ്രതം എടുക്കുമ്പോൾ രാവിലെയും സന്ധ്യയ്ക്കും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ആർക്കൊക്കെ വ്രതം എടുക്കാം എന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി പോലെ 12 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള എല്ലാവർക്കും വ്രതം എടുക്കാവുന്നതാണ്. ഈ ഏകാദശി ദിവസം രാവിലെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിട്ട് തുടർന്ന് അടുത്തുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഏകാദശി ദിവസം നമ്മൾ അരിയാഹാരം കഴിക്കരുത്. അതുപോലെ തന്നെ പരിപ്പ്, പയർവർഗ്ഗങ്ങൾ ഇവയൊന്നും കഴിക്കാൻ പാടില്ല. ചവ്വരി കഴിക്കാം. അതുപോലെ ക്യാരറ്റ്, കുക്കുംബർ, കപ്പലണ്ടി, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇവയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി രാവിലെ ചായ കുടിക്കേണ്ട അത്യാവശ്യമുള്ളവർക്ക് അത് കുടിക്കാവുന്നതാണ്. ഏകാദശി വ്രതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഇപ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് ഡിസംബർ 30 രാത്രി 10-12 മുതൽ ഡിസംബർ 31 രാവിലെ 10-12 മണി വരെയുള്ള സമയമാണ്. ഈ സമയത്ത് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത് ഗുണഫലങ്ങൾ ലഭിക്കാൻ സഹായകമാകും. രാത്രി ഉറക്കം ഒഴിയേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സമയമാണ് ഈ പാരണ വീടുന്ന സമയം എന്ന് പറയുന്നത്. പാരണ വീടുക എന്ന് പറഞ്ഞാൽ വ്രതം അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം. തുളസി തീർത്ഥം സേവിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. പാരണ സമയം എന്ന് പറഞ്ഞാൽ 31 വ്രതം എടുക്കുന്നവർക്കാണെങ്കിൽ 2026 ജനുവരി 1 രാവിലെ 7:14 മുതൽ 9:18 വരെയാണ്. ഇനി അതല്ല ഡിസംബർ 30 വ്രതാനുഷ്ഠാനം എന്നുണ്ടെങ്കിൽ പാരണ വീടേണ്ടത് ഡിസംബർ 31 ഉച്ചയ്ക്ക് 1:30 മുതൽ 3:48 വരെയുള്ള സമയമാണ്. ഗർഭാവസ്ഥയിലുള്ളവർ ഏകാദശി വ്രതം എടുക്കുന്നത് ഒഴിവാക്കണം. ഏകാദശി ദിവസം നമുക്കറിയാവുന്ന ഭഗവാന്റെ ഏതൊരു നാമവും ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഏകാദശി ദിവസത്തെ തുളസി പൂജ അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. എന്നുവെച്ചാൽ രാവിലെ തുളസിക്ക് ജലം സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ സന്ധ്യയ്ക്ക് ഒരു നെയ്ദീപം അവിടെ കൊളുത്തി വെച്ചിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്.
പക്ഷേ തലേ ദിവസം തന്നെ ഈ തുളസി ഇലകൾ പറിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. കാരണം ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസി ഇലകൾ പറിക്കരുത്. ഏകാദശി എന്നാൽ 11 എന്നാണ് അർത്ഥം. അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഒരു മനസ്സും. ഈ 11 കൊണ്ടാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. 5 ജ്ഞാനേന്ദ്രിയങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക് ഇവയാണ്. അതുപോലെ തന്നെ 5 കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ശബ്ദം, കൈകൾ, കാലുകൾ, ജെനിറ്റൽസ്, ഏനസ് എന്നിവയാണ്. ദ്വാദശി ദിവസം പാരണ വീടിയതിന് ശേഷം വെജിറ്റേറിയൻ ആഹാരങ്ങൾ കഴിക്കുന്നതാണ് നല്ലത്. അതുപോലെ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, സ്വർഗവാതിൽ ഏകാദശിയുടെ അന്ന് വിഷു ക്ഷേത്രത്തിലെ മുൻവാതിലിലൂടി കയറി വടക്കേ വാതിലിലൂടി പുറത്തിറങ്ങണമെന്ന്. അപ്പോൾ നമുക്ക് മോക്ഷം ലഭിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഉത്തരവാതിലിന് മുകളിൽ 2 വശത്തുമായിട്ട് 2 അസുരന്മാരുടെ സാന്നിധ്യമുണ്ട്. ചില ക്ഷേത്രങ്ങളിൽ ഫോട്ടോയോ അല്ലെങ്കിൽ പ്രതിമയോ ഉണ്ടായിരിക്കും. മധുകൈടഭന്മാർ എന്നാണ് ഈ അസുരന്മാരെ അറിയപ്പെടുന്നത്. ഈ അസുരന്മാർ ആരാണ്, എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ തീർച്ചയായിട്ടും മോക്ഷം ലഭിക്കുന്ന കാര്യം വിശ്വസിക്കും. ഈ മധുകൈടഭന്മാരെ ഭഗവാനാണ് വധിച്ചത്. വധിക്കപ്പെടുന്നതിന് മുമ്പ് ഇവർ ഭഗവാനോട് ഒരു വരം ആവശ്യപ്പെട്ടു. അതായത് ഇവർക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാൻ കഴിയണമെന്ന്. അങ്ങനെ ഭഗവാൻ വൈകുണ്ഠത്തിലെ ഉത്തരവാതിൽ തുറന്നു കൊടുക്കുകയും അവർക്ക് വൈകുണ്ഠത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഐതിഹ്യം. അപ്പോൾ ഈ ദിവസമാണ് നമ്മൾ സ്വർഗവാതിൽ ഏകാദശി ആചരിക്കുന്നത് എന്നും ഒരു ഐതിഹ്യ കഥയുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം വന്നേക്കാം. നമ്മൾ പാപകർമ്മങ്ങൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പ്രധാന വാതിലിലൂടെ കയറി ഉത്തരവാതിലൂടെ പുറത്തിറങ്ങിയാൽ നമുക്ക് മോക്ഷം കിട്ടുമോ എന്നൊരു സംശയം. എന്ന് വെച്ചാൽ ഈ 2 അസുരശക്തികളും നമ്മളിൽ എല്ലാ പേരിലും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. മധു എന്ന് വെച്ചാൽ തേനെന്നും കൈടഭൻ എന്ന് വെച്ചാൽ ചിത്രശലഭം എന്നുമാണ് അർത്ഥം. തേൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ എന്ന ഭാവവും. കൈടഭൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എൻ്റേത് എന്ന ഭാവവുമാണ്. എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഞാനെന്ന ഭാവവുമില്ല, എൻ്റേതെന്ന ഒരു തോന്നലുമില്ല. കുട്ടികൾ വളർന്നു വരുമ്പോഴാണ് ഈ ഭാവമൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അസുരന്മാർ നമുക്ക് നൽകുന്ന ഗുണപാഠം നമ്മളിലെ ഈ ആസുരിക ശക്തിയെ ഇപ്രകാരം ഏകാദശി ദിവസം വ്രതമെടുത്ത് ഈ രീതിയിൽ ഭഗവത് ദർശനം നടത്തിയാൽ, അതായത് പ്രധാന വാതിലിലൂടെ കടന്ന് ദർശനം നടത്തിയതിന് ശേഷം വടക്ക് വശത്തുള്ള വാതിലിലൂടെ പുറത്തു പോകുമ്പോൾ ഈ ആസുരിക ശക്തികളായ, അതായത് മധു കൈടഭന്മാരുടെ ആ ഒരു പ്രഭാവം അവിടെ ഇല്ലാതാകുകയും അതുവഴി നമുക്ക് സ്വർഗവാതിൽ കടക്കാൻ കഴിയുമെന്നും അല്ലെങ്കിൽ മോക്ഷം ലഭിക്കും എന്നുമാണ് ഐതിഹ്യം. ഇപ്രകാരം പുരാണങ്ങളിലെ രഹസ്യമായ അറിവുകൾ പങ്കുവയ്ക്കുന്നതിനു വേണ്ടി മറ്റൊരു വീഡിയോയുമായി വരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. നമസ്കാരം.